വെൽക്കം ബാക്ക് ടു ഈഗൺ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്ന ലെറ്റർ ഫോർമാറ്റ് ആണ്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: माँ को अस्पताल में छोड़कर बेटी चली, भोजन और कपड़े बिना भूखे लोगों का जीवन, भूटों के प्रति हमारे मनोभाव में बदलाव होना चाहिए मंत्री. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പേപ്പറുകളിൽ വന്നിട്ടുള്ള കുറച്ച് കട്ടിങ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ബേസിൽ നമ്മളൊരു കത്ത് എഴുതുകയാണ്. എന്തിന്? വൃദ്ധരായിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ചോദ്യം ഇങ്ങനെയാണ്, നോക്കാം. बूढ़े लोगों की वर्तमान भयावह स्थिति को सूचित करने वाली अनेक घटनाएं बड़ी संख्या में रिपोर्ट की जा रही है. അപ്പോൾ വൃദ്ധന്മാരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വാർത്തകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിറയുന്നുണ്ട്. ഇസേ रोकने के लिए, ഇതില്ലാതെയാക്കാൻ വേണ്ടി സമാജ് കല്യാൺ വിഭാഗ് ദ്വാര, അപ്പം सोशल वेलफेयर डिपार्टमेंटिലേക്ക് जाने वाली कार्यवाहियों की जानकारी पाने के लिए सूरज कुमार सुरभि निवास KR पुरम कन्नूर की ओर से सार्वजनिक सूचना अधिकारी समाज कल्याण विभाग तिरुवनंतपुरम केरल के नाम सूचना अधिकार पत्र तैयार कीजिए. അപ്പോൾ നമ്മൾ സേവാമേം ആരയക്കുന്നു എന്നും ആർക്കാണ് അയക്കേണ്ടത് എന്നും ഒക്കെ കറക്റ്റ് ആയിട്ട് എന്താണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ കത്ത് അയക്കേണ്ടത് സാർവജനിക് സൂചനാ അധികാരി സമാജ് കല്യാൺ വിഭാഗ് തിരുവനന്തപുരം കേരൾ, ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ ലെറ്റർ അയക്കേണ്ടത്. അത് അയക്കുന്നത് ആരാണ്? സൂരജ് കുമാർ സുരഭി നിവാസ് KR പുരം കണ്ണൂർ. അപ്പൊ ഇവരാണ് കത്ത് അയക്കുന്നത്. ഓക്കെ, നമുക്ക് മോഡൽ നോക്കിയാലോ. സേവാമേ സാർവജനിക് സൂചനാ അധികാരി സമാജ് കല്യാൺ വിഭാഗ് തിരുവനന്തപുരം നമ്മൾ എഴുതി കൊടുത്തു. സേവാമേം ആരാണ്? നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ പേര് അല്ലെ. സംവേദക്കാൻ ആവേദക്കാൻ നാം, ഇത് അയക്കുന്ന ആളാരാണ്? സൂരജ് കുമാർ, അഡ്രസ് സുരഭി നിവാസ് KR പുരം കണ്ണൂർ. ഓക്കെ, ഇനി കാര്യങ്ങൾ പറയാം. അപ്പൊ ഒഫീഷ്യൽ ലെറ്റർ അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ എങ്ങനെയാണ്? കറക്റ്റ് കാര്യം മാത്രമാണ് നമ്മൾ എഴുതി കൊടുക്കുക. നോക്കൂ, सूचना का विषय എന്താണ് അത് എഴുതി കൊടുക്കുക. बूढ़े लोगों की वर्तमान भयावह स्थिति को रोकने के लिए समाज कल्याण विभाग द्वारा की जाने वाली कार्यवाहियों से संबंधित मांगी गई सूचना का विवरण. അതായത് അറിയണം, എന്തിനെ കുറിച്ച് അറിയണം? ഇങ്ങനെയുള്ള വൃദ്ധരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ പീഡനം, അവർക്കെതിരെ അവരെ പീഡിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാവുന്ന ശിക്ഷകളെ കുറിച്ചുള്ള അറിവ്, ഇതാണ് എന്ത് നമുക്ക് അറിയേണ്ടത്. സൂചന കാ വിഷയ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടതെന്ന് ഓരോ പോയിന്റ് ആയിട്ട് എഴുതി കൊടുക്കുകയാണ്. ബൂഢേ ലോഗോं पर इस साल की अत्याचार केरल में दर्ज किया है. അപ്പൊ ഈ വർഷത്തെ വൃദ്ധരായ ആളുകളോട് ചൂഷണത്തിന്റെ ദർജ് എന്താണ്? ശിക്ഷ അല്ലേ. അപ്പൊ ശിക്ഷ എങ്ങനെയാണ്? बूढ़े लोगों की रक्षा के लिए कौन सी योजनाएं विभाग द्वारा हो रहा है. അപ്പോൾ എന്തൊക്കെ ശിക്ഷകൾ ആണ് വിഭാഗം, അതായത് നമ്മുടെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? बूढ़े लोगों पर अत्याचार करने वालों पर कौन सा दंड लगाते, എന്ത് ശിക്ഷയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കിട്ടുക? ഇത്തരത്തിലുള്ള ആളുകൾക്ക്, വൃദ്ധരായ സ്ത്രീകളെയല്ല, ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്ക്. इन लोगों के देखभाल के लिए सरकार की ओर से कितना पैसा खर्च किया है. അപ്പൊ ഇങ്ങനെ നോക്കുന്ന ആളുകൾക്ക് പെൻഷൻ എമൗണ്ട് എത്രയാണ് എന്ന രീതിക്കൊക്കെ സംശയങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു. അവസാനോ സൂചന ഡാക് ദ്വാര, ഏതിലൂടെയാണ് നമുക്ക് മറുപടി കത്ത് വേണ്ടത്? അപ്പൊ അത് ഡാക് ദ്വാര, കണ്ണൂര്, ഡേറ്റും. അതുപോലെ ആരാണ് എഴുതി കൊടുക്കുന്നത്? കത്ത് അയക്കുന്നത് ആരാണ്? സൂരജ് കുമാർ, കണ്ണൂരാണ്. ഇനി ഈ കത്തിന്റെ ഒരു ഫ്രണ്ടിൽ എന്തും കൂടെ വേണം? ഇവിടെ ഒരു സ്റ്റാമ്പും കൂടെ വേണം. ഓക്കെ, അപ്പം സ്റ്റാമ്പിന്റെ 10 രൂപയ്ക്ക് സ്റ്റാമ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫോർമൽ ലെറ്റർ. ഇനി ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? നമുക്ക് അറിയാം, വളരെ സിമ്പിൾ ആണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് അല്ലേ. നോക്കൂ, പ്രിയമിത്ര, എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ. പ്രിയമിത്ര, തും കൈസേ ഹോ, നീ എങ്ങനെയിരിക്കുന്നു? സുഖമല്ലേന്ന് ചോദിക്കൂലേ? കുശൽ ഹേന,
സുഖല്ലേ ചോദിക്കുകയാണ്. ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു വിശേഷപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഈ കത്ത് അയക്കുന്നത് എന്നെങ്ങനെ പറയാം? നോക്കൂ, നിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറെ കാലം ആയല്ലോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ നോക്കൂ, ഏക് ഖാസ് ബാത് बताने के लिए मैं यह पत्र भेज रहा हूँ. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കത്ത് അയക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? എന്താണോ നമ്മുടെ വിശേഷങ്ങൾ അതൊക്കെ എഴുതി കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് എന്ത് എഴുതുക? ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ജവാബ് പത്രികി പ്രതീക്ഷാമേം അല്ലേ? അപ്പൊ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജവാബ് പത്രികി പ്രതീക്ഷാമേം, മറുപടി കത്തിന്റെ പ്രതീക്ഷയിൽ തുമാരി മിത്ര അല്ലെങ്കിൽ തുമാരാ മിത്ര, പേരെന്താണോ അത് എഴുതി കൊടുക്കാം. അപ്പൊ ഇതാണ് ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററിന്റെയും വ്യത്യാസങ്ങൾ. അപ്പൊ ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈവിന് കറക്റ്റ് സമയത്ത് എത്താം. ബൈ.